നമസ്കാരം. നമ്മുടെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ മന്ത്രിമാരുടെ എണ്ണം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കണക്കനുസരിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരാണ്. അതിനകത്തുനിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 20 പേര് സാധാരണ മന്ത്രിമാരായിട്ട് വരേണ്ടത്. അതിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് പരാമർശിച്ച് പോകാമെന്ന് കരുതിക്കൊണ്ടാണ് ആദ്യമേ തന്നെ ആ ഒരു വിഷയം. അതായത് നമ്മുടെ വോട്ടർമാരിൽ 50%, അത് അല്പം കൂടെ കൂടുതലാണെങ്കിലേ ഉള്ളൂ, സ്ത്രീ വോട്ടർമാരാണ്. വോട്ട് ചെയ്തിരിക്കുന്നവരുടെ കണക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവരെ വോട്ട് ചെയ്യാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ശക്തമായിട്ട് ഇറങ്ങി പ്രചരണം നടത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. വോട്ട് ചെയ്തിരിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും ഇവിടെ കണക്ക് വരെ ഉള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭരണകർത്താക്കളായിട്ട് വരുന്നതിനകത്തും ഈ 50% സ്ത്രീകൾ വേണ്ടതല്ലേ? എന്തുകൊണ്ട് 50% സ്ത്രീകൾ ഭരണരംഗത്തേക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടുകൾ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഇവിടുത്തെ ഇപ്പം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് കർശന നിലപാടെടുക്കുന്നില്ല? താൻ രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ 50% സ്ത്രീകൾ മന്ത്രിമാരായിട്ട് വേണം എന്ന് എന്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല? വെറും ഒരേ ഒരാൾ കൊല്ലത്ത് നിന്ന് ജയിച്ചിരിക്കുന്ന ശ്രീമതി ബിന്ദു കൃഷ്ണനെയാണ് മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള അവസാന ലാപ്പിലെ കണക്കിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെയാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അതിനകത്ത് എങ്ങാനും അഡീഷണൽ ആയിട്ട് ഒരാളെ അങ്ങോട്ട് ഉൾപ്പെടുവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 1% അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സ്ത്രീകളെ വോട്ട് ചെയ്യിക്കാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ മറ്റ് കാര്യങ്ങളെപ്പറ്റി പ്രസംഗിക്കാനും മാത്രമാണോ സ്ത്രീകൾ? അത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇതുകൊണ്ട് തന്നെയാണ് ഇതേപ്പറ്റി ആദ്യമേ തുടക്കത്തിൽ ഒന്ന് പറയാൻ ഞേക്കാന്ന് വെച്ചത്. ഇതിപ്പം എല്ലാവരും പ്രസംഗത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്ത്രീ ഭരണകർത്താക്കൾ വേണ്ട എന്നൊരു നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ ലിസ്റ്റും. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെലക്റ്റഡ് ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്ന മന്ത്രിമാരുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഫൈനലായിട്ടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും കൂടെ ഇതിനകത്ത് തഴയപ്പെട്ട നിൽക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരള സമൂഹത്തിന് ഏറ്റവും നല്ല അഗ്രസീവായിട്ട് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പലരും എടുക്കാൻ കൈവെക്കാൻ മടിക്കുന്ന മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആഴത്തിൽ അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം പഠിച്ച് അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന നല്ല കരുത്തനായിട്ടുള്ളൊരു നേതാവാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിനൊക്കെ പല ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പോലുള്ളവരെ മാറ്റി നിർത്തുകയാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. കരിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉള്ള കാലത്ത് ആണവോർജ്ജത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിക്കുന്ന യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന കരിമണലാണ് നമ്മുടെ കേരളത്തിൻ്റെ കൊല്ലം നീണ്ടകര കടൽ തീരത്തുള്ളത്. ഇത് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ച് പല വിഷയങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഭരണം വിട്ടൊഴിഞ്ഞ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ കരിമണൽ മാഫിയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന വ്യക്തിയെ മന്ത്രിസഭയിലേക്ക് എടുക്കാനായിട്ട് കാണിക്കുന്ന വിമുഖത ഇപ്പം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഫൈനൽ ലിസ്റ്റ് ആവാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ മന്ത്രിസഭ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ മോശപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കുകയുള്ളൂ എന്നുള്ളൊരു സൂചന നൽകുന്നത് പോലെയാണ് ഈ മന്ത്രിസഭയുടെ ഓരോ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇനിയിപ്പോൾ കഴിഞ്ഞതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പം മുന്നോട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇവിടുത്തെ മാഫിയകളെ പറ്റിയാണ്. മാഫിയകൾ എല്ലാ കാലമുണ്ട്, എല്ലാ മാഫിയകളെയും തുടച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും കൂടെ ഇപ്പോൾ ഇവിടെ നിലവിലുള്ള മാഫിയ എന്ന് പറയുന്നത് 1ാം സ്ഥാനത്തേക്കുന്ന മയക്കുമരുന്ന് മാഫിയാണ്. അതൊരു വമ്പൻ മാഫിയയാണ്. അതോടൊപ്പം തന്നെയുള്ള ഒരു മാഫിയാണ് ഈ പാറക്കോറി മാഫിയ, അല്ലെ കരിങ്കൽ കോറി മാഫിയ, മണൽ മാഫിയ.
ഇങ്ങനെ കുറേ അധികം മാഫിയകൾ ഇപ്പോൾ കിടന്നുകൊണ്ട് വിലസുന്നുണ്ട്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ, അതായത് കോട്ടയം ജില്ല, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ഈ കോറി മാഫിയ എന്ന് പറയുന്നത് അവർ കോടാനുകോടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ 100 മടങ്ങ് ലാഭം കൊയ്യുന്ന ഒരു വമ്പൻ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഇനിയുള്ള വരുന്ന സർക്കാരുകൾ ചെയ്തേ പറ്റൂ. പക്ഷേ അത് അങ്ങനെ ചെയ്യിക്കാനുള്ള ഒരു മടി കാണിക്കുന്നത് പോലെയാണ് ഈ തുടക്കത്തിലേ ഉള്ള ചില നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് ശക്തമായിട്ട് എന്താണെങ്കിലും പുതിയ സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യിക്കാനായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ നീതിബോധം അതിശക്തമായിട്ട് ഉയർന്നു നിന്നുകൊണ്ട് പൊതുശബ്ദം ഉയർന്നു വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.